അവിടെ നിൽക്ക്. കാർത്തികപ്പള്ളി മാധവൻ ഉണ്ണിയെ തന്നെയാ വിളിച്ചത്. ഓഹോ, കളിച്ച് കളിച്ച് നീ എന്നെ നിറകെ തന്നെ ചവിട്ടാൻ തുടങ്ങിയല്ലേ? എന്തിന്റെ പേരിലാണ് നിന്റെ നകളിപ്പും അതിരുവിട്ട വാക്കും? കാര്യം എന്താന്ന് തനിക്ക് അറിയില്ലല്ലേ? ഇക്കാലം മുഴുവൻ തരം കിട്ടുമ്പോഴൊക്കെ അപമാനിച്ചിട്ടും കുത്തി നോവിച്ചിട്ടും പിറന്ന കുലത്തിന്റെ പേര് പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിട്ടും അതിരുവിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഈ അമ്പാലിക. അതിനുള്ള പ്രതിഫലമാ അമ്മ വീട്ടിൽ ഞങ്ങളെ അന്തസ്സോടെ വാഴിക്കില്ലെന്ന് താൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് അല്ലേ? കണ്ട തെമ്മാടികളെ വിട്ട് ഞങ്ങളുടെ മാനത്തിന് വിലയിടാൻ തുനിഞ്ഞത് അല്ലടോ? പെരുവഴി തടഞ്ഞു നിർത്തി ഭ്രാന്ത് പുലമ്പോ? എന്ത് ശത്രുതയുടെ പേരിലായാലും ആർക്കെതിരായാലും നേർക്ക് നേരെ നിന്ന് പൊരുതും ഞാൻ. വേണ്ടി വന്നാൽ അമ്മ വീടിന്റെ പടി കയറി വരും, തമ്പുരാട്ടിയുടെ അന്തപുരത്തിൽ കയറി വരും. അല്ലാതെ ആളെ വിട്ട് ഒളിപ്പോര് നടത്താൻ മാത്രം ഭീരുവല്ല മാധവനുണ്ണി. എല്ലാറ്റിനും ചരട് വലിച്ചിട്ട് മാറി നിന്നിട്ടുള്ള ഈ നാട്യമുണ്ടല്ലോ, അതെന്റെ മുമ്പിൽ വില പോകുന്ന വ്യാമോഹിക്കരുത്. ഈ അപമാനത്തിനുള്ള ശിക്ഷ താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, മര്യാദക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനല്ലാതെ. ദേവദാസികളെ തേടി ആഭാസന്മാർ അമ്മ വീട്ടിന്റെ പടി കയറി വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഈ കുടില ബുദ്ധി ആയിരിക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. മറ്റാരും ജീവിതത്തിൽ ഇന്ന് വരെ അമ്മ വീട്ടുകാരോട് ഇത്രയ്ക്ക് പക സൂക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ തകർത്ത് കളയാൻ ശ്രമിച്ചിട്ടില്ല. ഇനിയെങ്കിൽ നീ സ്വയം തിരിച്ചറിയേ. മഹേശ്വരപുരത്തെ അമ്മ മഹാറാണിയെ മുച്ചൂട് നശിപ്പിക്കാൻ ഏതോ ഒരു ശത്രു എവിടെയോ മറിഞ്ഞിരിപ്പുണ്ട്. അത് തന്നെയാ ഈ നിഴൽ യുദ്ധത്തിന്റെ പൊരുളും. വെറുതെ ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ എന്റെ നേരെ കുതിര കയറാതെ അതാരാണെന്നും എന്താണെന്നും കണ്ടുപിടിക്കാൻ നോക്കൂ. എന്റെ ശ്രദ്ധ തിരിച്ചുവിടാമെന്ന് വ്യാമോഹിക്കണ്ട. ഇപ്പൊ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഭൂമിയോളം സഹിച്ചവളാ, അനുഭവിച്ചവളാ. പിറന്ന മണ്ണിൽ ഇനിയും സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ഭാവമെങ്കിൽ അമ്പാലികയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കേണ്ടി വരും. അത് തന്റെ സർവനാശത്തിന്റെ ആരംഭമായിരിക്കും. മാധവനുണ്ണി അതോർത്താൽ നന്ന്. മനസ്സറിയാത്ത കാര്യത്തിന്റെ പേരിലാടേ നീ മാധവനുണ്ണിയെ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. ഈ അപമാനത്തിനുള്ള ശിക്ഷ ഈ രാത്രി നീ അനുഭവിക്കും. നാളത്തെ പ്രഭാതത്തിൽ മഹേശ്വരപുരത്തെ ജനത അമ്മ വീടിന്റെ ചാരം കണി കാണും. അമ്മ വീട്ടിലെ ദേവദാസികൾ ഒന്നിങ്ങോട്ട് ഇറങ്ങി വരണം. പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങി വരാൻ. ഇറങ്ങി വരാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും. അമ്മ വീട്ടിലെ മൂത്ത തമ്പുരാട്ടെ ഇളയ തമ്പുരാട്ടെ കൊണ്ടുപോകാനാ വന്നത്. ഇറങ്ങി വരണം. ചോദിക്കുന്ന കാശ് തരാൻ ഞങ്ങള്. ഇറങ്ങി വാടി ഇങ്ങോട്ട്. മടിച്ചു നിൽക്കാതെ വാടി വേണേ. ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്? ഇറങ്ങി വാടി ഇങ്ങോട്ട്. രണ്ടുപേരും ചേർന്ന് വന്നാലും വിരോധമില്ല. ഇങ്ങോട്ട് വാ. മറച്ചു നിൽക്കാതെ ഇങ്ങോട്ട് വാ എന്റെ തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടി, ആ മോളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഞങ്ങളൊന്ന് കാണട്ടെ. പോവല്ലേ മോളെ, ഞങ്ങളും ചെറിയ തമ്പുരാക്കന്മാരൊക്കെയാ. അമ്മ തമ്പുരാട്ടി വാന്നേ, പോയിട്ട് വരാം. വാതില് കൊട്ടിയടച്ചാലൊന്നും ഞങ്ങള് പോവില്ല. ഇങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ട് വരും. അങ്ങോട്ട് ചെല്ലണം.
ഓടിക്കോ. എന്താ ചാമ്പലാക്കിലെ അമ്മ ഇവിടെ? ഇനി ഇവിടെ നിൽക്കണ്ട മുതലാളി, ഓടിക്കോ. എന്താ എന്താ കാര്യം? മുതലാളി പാമ്പ്. പാമ്പോ? അമ്മോ, വേഗം ഓടി വാ മുതലാളി. രുദ്രവീണ തുടരുന്നു. കാര്യമായി വേഗം വാ മുതലാളി. നോക്കി നിൽക്കാതെ വേച്ചാട്. മഹേശ്വര, കാത്തുകൊള്ളണേ. മോളെ നിക്കേ, മോളെ നിൽക്കാനാ പറഞ്ഞത്. മുത്തശ്ശി പറയുന്നത് ഒന്ന് കേൾക്ക് മോളെ. മോളെ പോരുത്, അവിടെ നിക്കേ. പോരുത് മോളെ, മുത്തശ്ശി പറയുന്ന ഒന്ന് കേൾക്ക്. നിക്ക് മോളെ, മായക്കുഞ്ഞ് പോകരുത്. നിക്ക് കുഞ്ഞ്. മോളെ, മുത്തശ്ശി തനിച്ചാക്കി പോവില്ല മോളെ. ഈ വീട്ടിൽ നീ ഇല്ലെങ്കിൽ ഈ മുത്തശ്ശി ഹൃദയം പൊട്ടി മരിക്കും. എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ഈ നരകത്തിൽ ഇനി എനിക്ക് വയ്യ. മടുത്തു മുത്തശ്ശി. മോളെ, മോളെ ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു നാള് വരും. അതുവരെ മതി മതി. ഒരിക്കലും വരാത്ത നല്ല നാളിനായി കാത്തിരുന്ന് നശിക്കാൻ ഇനി ഈ വീട്ടിൽ എന്നെ തളച്ചിടരുത്. മോളെ നിക്ക്, മുത്തശ്ശി ഒന്ന് പറഞ്ഞു. മായക്കുഞ്ഞെ. മോളെ ഒന്ന് നിക്ക് മോളെ. മായക്കുഞ്ഞ് നിക്ക്. മുത്തശ്ശി പറയുന്നൊന്ന് കേൾക്ക് മോളെ. മോളെ, നീ എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? നിനക്കാര് അഭയം തരും? അപമാനം ഏറ്റുവാങ്ങാതെ നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഉത്തരമില്ല മുത്തശ്ശി. എനിക്കൊന്നേ അറിയൂ, ഏത് തെരുവിലും ഞാൻ ഇവിടത്തേക്കാൾ സുരക്ഷിതയായിരിക്കും. മോളെ നിക്ക്, കഴുകന്മാർ കാത്തിരിക്കുന്നുണ്ടാവും നിന്നെ കടിച്ചു കീറാൻ. ഇവിടെ ആവുമ്പോ നിന്റെ അമ്മയുണ്ട്. ഏത് ആപത്തിലും കാത്തു രക്ഷിക്കാൻ മഹേശ്വരനുണ്ട്. ഇത്രയും കാലം എല്ലാ അപമാനങ്ങളും സഹിച്ച് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ ആ വിശ്വാസം, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്നു. ഇനി എനിക്ക് പോയേ തീരൂ. ഇല്ല മോളെ, എനിക്കത് സമ്മതിക്കാനാവില്ല. മാനം കാക്കാനാണെന്ന് കരുതിയെങ്കിലും തടയാതിരിക്കാൻ കരുണ കാണിക്കണം. മായ, മായ, നിൽക്കാനാ നിന്നോട് പറഞ്ഞ. ഒരു വാക്ക് പറയാതെ ഇറങ്ങി പുറപ്പെട്ടത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ എന്റെ അനുവാദം ഇല്ലാതെ ഈ മതിൽക്കെട്ടിന് നീ പുറത്തു പോവില്ല. ഇങ്ങോട്ട് താടി. തൊട്ടു പോകരുത്. നിന്റെ പെറ്റമ്മയാ ഞാനെങ്കിൽ തളച്ചിടാനുള്ള അവകാശമുണ്ട് എനിക്ക്. അതിനിട വരുത്താതെ കടന്നു പോവാത്ത. ഇല്ല, നിങ്ങൾ വരച്ച വരയ്ക്കപ്പുറം നിൽക്കാൻ എനിക്കിനി ആവില്ല. എന്നുവെച്ചാ തോന്നിയത് പോലെ നീ ഇറങ്ങി പോകുന്നു. ബന്ധങ്ങളും കടമകളൊന്നും നിനക്ക് പ്രശ്നമില്ലെന്ന് ഓൾറെഡി. ബന്ധങ്ങളും കടമകളും അങ്ങനെ വല്ലതും ഉണ്ടോ ഈ അമ്മ വീടിനകത്ത്? സ്വയം ഒന്ന് ഓർത്തു നോക്ക്. ഉണ്ടെങ്കിൽ ജന്മം തന്ന അവകാശത്തിന്റെ പേരിൽ അടക്കി ഭരിക്കാൻ മാത്രമല്ല, ഒരു മകളുടെ കാര്യത്തിൽ ഒരമ്മയ്ക്കുള്ള കടമയും നിങ്ങൾ നിർവഹിക്കുമായിരുന്നു. എന്റെ മാനത്തിന് വിലയിടാൻ ഒരു വൃത്തികെട്ടവൻ ഈ പടി കയറി വരില്ലായിരുന്നു. മായ, നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ അപമാനിക്കപ്പെട്ടത് നീ മാത്രല്ല, ഞാനും നിന്റെ മുത്തശ്ശൻ കൂടിയാ. അത് നമ്മുടെ വിധിയാ. വിധിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ ഇനിയും എന്റെ ജന്മം തുലയ്ക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ വയറ്റിൽ പിറന്നതുകൊണ്ട് മാത്രം ചുമക്കേണ്ടി വന്ന ദേവദാസ് എന്ന ദുഷിച്ച മേൽവിലാസം എനിക്ക് വലിച്ചെറിയണം. പിറന്നു വീണ പരമ്പരയെ തന്നെ പഴിച്ചതിനാ ഈ ശിക്ഷ. അറിയോ നിനക്ക്, ഞാനും നിന്റെ മുത്തശ്ശി അടക്കം ഈ അമ്മ വീട്ടിൽ പിറന്ന എത്രയോ പെണ്ണുങ്ങള് കാലങ്ങളായിട്ട് ഒഴുകിയ കണ്ണീരും പ്രാർത്ഥനയും നിന്നെ പോലെ സ്വയം രക്ഷപ്പെടാൻ മാത്രമായിരുന്നില്ല. ശപിക്കപ്പെട്ട ഒരു കുലത്തിന്റെ മുഴുവൻ മുക്തിക്കായിരുന്നു. അങ്ങനെ ഒരു കാലം വരുമെന്ന്
അമ്മയെ പോലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിനക്കില്ലെങ്കിൽ, നിന്റെ മാനവും ജീവിതവും എനിക്ക് സംരക്ഷിക്കാൻ ശേഷിയില്ലെന്ന് കരുതുന്നുണ്ടെങ്കിൽ പടിക്ക് പുറത്തിറങ്ങാം, എവിടേക്കെങ്കിലും പോവാം. പൊയ്ക്കോ. മോളെ പോകരുത്, മുത്തശ്ശിയാ പറയുന്നത്. ഈ മഹേശ്വരപുരത്തിനപ്പുറം നമ്മൾ ദേവദാസികൾക്കൊരു ജീവിതമില്ല. ദുരന്തങ്ങളായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത്. മുത്തശ്ശി പറയുന്നത് കേൾക്കും മോളെ. എനിക്ക് പോയേ പറ്റൂ. അമ്പാലികേ, അമ്പാലികേ, അവള് പോകാൻ അനുവദിക്കരുത്. തടയ്, തിരിച്ചു വിളിക്കേ. തമ്പുരട്ടി, തിരിച്ചു വിളിക്കുമായി കുഞ്ഞിനെ. മോളെ പോകല്ലേ, പോകരുത് മോളെ, പോകല്ലേ, പോകരുത് മോളെ, പോകല്ലേ. മോളെ പോകല്ലേ. രുദ്രവീണ തുടരുന്നു. അപ്പോ ചേട്ടന്മാരുടെ കൂടെ ഇങ്ങ് പോരല്ലേ ഉച്ചമ്പ്രാട്ടി? എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരാടുത്ത എനിക്ക് വഴി മാറ്. നോക്കടാവളെ. നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് നരകത്തിലേക്ക് ജീവ, എന്താ ജീവ, എന്താണ്? നമ്മുടെ മായ ഡോക്ടറെ ചിലർ തട്ടിക്കൊണ്ടുപോയി. ആ, ഒരു ചുമന്ന ഒമ്നിമാലിൽ അവര് കൊണ്ടുപോയത്. നിനക്ക് ആ സ്ഥലം അറിയോ? അറിയാം, നമ്മുടെ ആ പാലത്തിനടുത്ത്. ക്ലിനിക്കിൽ പോകുന്നു. അതെ. നീ ഒരു കാര്യം ചെയ്യ്, ഇത് രാമന്റെ വീട്ടിൽ ഏൽപ്പിച്ചേക്ക്. നീ ഒച്ച ഉണ്ടാക്കണേ. കൃഷ്ണ, 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 ഞാൻ നിന്നെ തിരയാത്ത സ്ഥലമില്ല. എന്നോട് ഇങ്ങനെ നീ പെരുമാറുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. അതിന്റെ കാരണം തിരക്കാനല്ല വന്നതും. മായ ഒരു അവധിപ്പെട്ടിരിക്കുക. ഞങ്ങള് പറ്റിക്കാൻ നോക്കും. കേറി വണ്ടിയിലോ. കൃഷ്ണ, നിർത്ത്, നിർത്ത്. നമുക്ക് അതിലേ പോയി നോക്കാം. അങ്ങോട്ട്. മായയുടെ സ്കൂട്ടറല്ലേ അത്? കേറ്.
കൊച്ചുതമ്പുരാട്ടിയെ അല്പം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. പൊറുക്കണം. ഇവരിത് എനിക്ക് വേണ്ടി ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം അമ്മ വീടിന്റെ നടക്കിലേക്ക് ഇവരെ പറഞ്ഞയച്ചതും ഞാൻ തന്നെ. ആരാ നിങ്ങള്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ ആരാണെന്നതിലൊന്നും പ്രസക്തിയില്ല. അമ്പാലിക തമ്പുരാട്ടിയുടെ മഹേശ്വരപുരത്തു നിന്നും നിന്നെ ഇവിടേക്ക് ഞാൻ എത്തിച്ചത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് താനും. അതാരാണെന്നും എന്താണെന്നും വഴിയറിയാം.